ഞാൻ ഇന്നിവിടെ വന്നത് കരിയർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓച്ചിറയിലുള്ള സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഒന്ന് രണ്ട് പേരുടെ പറയട്ടെ. കരിയർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓച്ചിറ ഈ അടുത്ത സമയങ്ങളിലായിട്ട് സൺഡേ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. സൺഡേ ക്ലാസ് എന്ന് പറയുമ്പോൾ റെഗുലർ ക്ലാസ്സിന് ബരാബറായിട്ടുള്ള സൺഡേ ക്ലാസ്സാണ് ഈ സ്ഥാപനം നടത്തി വരുന്നത്. റെഗുലർ ക്ലാസ്, അതായത് ആഴ്ചയിൽ 3 റെഗുലർ ക്ലാസ്സാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അതിന് തുല്യമായിട്ടുള്ള ഒരു സൺഡേ ക്ലാസ്സാണ് ഈ സ്ഥാപനം നടത്തി വരുന്നത്. അതുപോലെ തന്നെ സൺഡേയിൽ അതായത് 10 മണി മുതൽ ഏതാണ്ട് 3:30 വരെയാണ് സൺഡേയിൽ ക്ലാസ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് അവരുടെ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ ഈ സ്ഥാപനം അറേഞ്ച് ചെയ്ത് നൽകുന്നുണ്ട്. സമയത്തിനനുസരിച്ച്, കാരണം പലതരത്തിലുള്ള സ്റ്റുഡൻ്റാണ്. കുറച്ച് സ്റ്റുഡൻറ്റ് ജോലിക്ക് പോകുന്നവരാണ്, കുറച്ച് സ്റ്റുഡൻറ്റ് കോളേജിൽ പോകുന്നവരാണ്. അപ്പോൾ അവരുടെയൊക്കെ സൗകര്യാർത്ഥം എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ഥാപനം ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻറ്റിനോടും പഠനത്തിൽ ഉത്തരവാദിത്വ മനോഭാവം പുലർത്തുന്നൊരു സ്ഥാപനം കൂടിയാണ് കേട്ടോ. ഓരോ സ്റ്റുഡൻറ്റിനോടും പഠനത്തിൽ ഉത്തരവാദിത്വ മനോഭാവം ഈ സ്ഥാപനത്തിലുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ സ്ഥാപനം പെർ വീക്കിൽ ക്ലാസ് ടെസ്റ്റുകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും താല്പര്യാർത്ഥം ഏത് വിഷയത്തിനാണോ ഓരോ സ്റ്റുഡൻറ്റും പിന്നോക്കം നിൽക്കുന്നത് അവർക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഈ സ്ഥാപനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിനും കണക്കിനുമൊക്കെ പ്രത്യേകം ക്ലാസ്സുകൾ ഈ സ്ഥാപനം നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രത്യേകതകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കരിയർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓച്ചിറ നടത്തുന്ന വളരെ വിപുലമായ ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. എങ്കിലും അതിൽ ചെറിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഞാനൊന്ന് അപ്ലോഡ് ചെയ്ത് തരാം. അത് നമ്മുടെ പ്രിയ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പ്രിയ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ വീഡിയോ കാണുന്നവർക്ക് എന്ത് ചെയ്യുക, വീഡിയോ കാണുക. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അതായത് നാട്യശാസ്ത്രം ആരുടെയാണെന്ന് പറയുമ്പോൾ നാട്യശാസ്ത്രം ഭരതമുനിയുടെയാണ്. നാട്യശാസ്ത്രം ഭരതമുനി. അർത്ഥശാസ്ത്രം ആരുടെയാണ്? അർത്ഥശാസ്ത്രം ചാണക്യൻ എന്നും കൗടില്യൻ എന്നും അറിയപ്പെടുന്ന ഒരാളാണ്. ആരാധന വിഷ്ണുഗുപ്തൻ്റെ പേരുകളാണ് ചാണക്യൻ, കൗടില്യൻ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഭക്തമഞ്ജരി എഴുതിയതാരാണെന്ന് പറയുമ്പോൾ ഭക്തമഞ്ജരി എഴുതിയത് സ്വാതി തിരുനാളാണ്. അതുപോലെ കൃഷ്ണഗാഥ എഴുതിയതാരാണ്? ചെറുശ്ശേരിയാണ്. കൃഷ്ണഗാഥ എഴുതിയത് ചെറുശ്ശേരിയാണ്. ഐതിഹ്യമാല എഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. ശ്രീകൃഷ്ണ കർണാമൃതം എഴുതിയതാരാണ്? എഴുതിയത് വില്ലുമംഗലം സ്വാമിയാരാണ്. അതുപോലെ തന്നെ ജ്ഞാനപ്പാന എഴുതിയതാരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. ഹരിനാമകീർത്തനം എഴുതിയതാരാണ്? എഴുത്തച്ഛനാണ്. രാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് എന്നിവ എഴുതിയതാരാണ്? അത് എഴുതിയതാരാണ് തന്നെയാണ്? എഴുത്തച്ഛനാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. അതുപോലെ നളചരിതം ആട്ടക്കഥ എഴുതിയതാരാണ്? ഉണ്ണായി വാര്യരാണ് കേട്ടോ. നളചരിതം ആട്ടക്കഥ ഉണ്ണായി വാര്യരുടെയാണ് കേട്ടോ. അതുപോലെ തന്നെ രാജസൂയം, സുഭദ്രാഹരണം, പാഞ്ചാലി സ്വയംവരം, പാഞ്ചാലി സ്വയംവരം തുടങ്ങിയവ ആരുടെ ആട്ടക്കഥകളാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ രചിച്ച ആട്ടക്കഥകളാണ്. അതുപോലെ തന്നെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൻ്റെ രചയിതാവ് ആരാണ്? എഴുതിയതാരാണ്? രാമപുരത്ത് വാര്യരാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് എഴുതിയതാരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ എന്താണ് യൂസ്ഫുള്ളായ ക്വസ്റ്റ്യൻസാണ്. ഈ ക്വസ്റ്റ്യൻസൊക്കെ അറിഞ്ഞു വെക്കുക, ഇതൊക്കെ വൈകാട്ടാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ കരിയർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷന് വളരെ ആത്മാർത്ഥമായ സേവനമാണ് നടത്തി വരുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കരിയർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
ഒരുപാട് ക്ലാസ്സുകൾ കരിയർ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോച്ചുകൾ നടത്തുന്നുണ്ട് കേട്ടോ. അത് ഓൺലൈൻ ക്ലാസ്സുകളായാലും ഓഫ്ലൈൻ ക്ലാസ്സുകളായാലും അതുപോലെ തന്നെ റെഗുലർ ക്ലാസ്സുകളായാലും സൺഡേ ക്ലാസ്സും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻറ്റിൻ്റെ സമയത്തിനനുസരിച്ച് ക്ലാസ്സുകൾ ഈ സ്ഥാപനം അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.